നമസ്തേ. ഇന്ന് നമ്മൾ CBSE ബുക്കിലുള്ള 4ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠം ദാൻ കാ ഹിസാബ് എന്ന പാഠമാണ് നോക്കുന്നത്. ദാൻ കാ ഹിസാബ് എന്ന് പറഞ്ഞാൽ ദാനമായി കൊടുക്കുന്നതിനുള്ള കണക്ക്. അത് ഒരു രാജാവിൻ്റെ കഥയാണ്. ഏകദ രാജാജി ലഗ്ദക് കപ്പടെ പഹൻകർ യൂം തോ ഹസാരോं रुपये खर्च करते रहते थे पर दान के वक्त उनकी मुट्ठी बंद हो जाती थी. ഒരു രാജാവുണ്ടായിരുന്നു. രാജാവ് വളരെയധികം തിളങ്ങുന്ന വസ്ത്രമെല്ലാം അണിഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് രൂപ സ്വയം ചെലവ് ചെയ്യുമായിരുന്നു. എന്നാൽ ദാനം ചെയ്യുന്ന സമയം അടുത്തു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യെ അറിയാതെ തന്നെ അടഞ്ഞ് പോകുമായിരുന്നു. കൈയറിഞ്ഞ് ഒന്നും തന്നെ കൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല. രാജ്യസഭ में एक से एक नामी लोग आते रहते थे लेकिन गरीब दुखी विद्वान सज्जन इनमें से कोई भी नहीं आता था क्योंकि वहाँ पर इनका बिल्कुल सत्कार नहीं होता था. രാജകൊട്ടാരത്തിൽ വളരെയധികം പേരെടുത്ത ജനങ്ങൾ ധാരാളം വന്നു പോകുമായിരുന്നു. എന്നാൽ പാവപ്പെട്ടവരോ ദുഃഖിക്കുന്നവരോ വിദ്വാൻമാരോ സജ്ജനങ്ങളോ നല്ല ആൾക്കാരോ ആരും തന്നെ വരില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും സൽക്കാരം ലഭിക്കില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു. एक बार उस देश में अकाल पड़ गया था. पूर्वी सीमा के लोग भूखे प्यासे मरने लगे. राजा के पास खबर आई. वे बोले यह तो भगवान की मार है, इनमें मेरा कोई हाथ नहीं है. ഒരിക്കൽ ആ ദേശത്ത് വളരെ വലിയ വരൾച്ച വന്നു. ആ കിഴക്കു ഭാഗത്തെ അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളെല്ലാം തന്നെ വിശപ്പും ദാഹവും കൊണ്ട് മരിക്കാൻ തുടങ്ങി. രാജാവിൻ്റെ അടുത്ത് ഈ വാർത്ത എത്തി. അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയല്ല, ഇതെല്ലാം ഈശ്വരൻ്റെ കളികളാണ്, എനിക്കിതിലൊന്നും തന്നെ അറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൈമലത്തി. लोगों ने कहा महाराज राजभंडार से हमारी सहायता करने की कृपा करे जिसमें हम लोग दूसरे देशों से अनाज खरीद कर अपनी जान बचा सके. ജനങ്ങളെല്ലാവരും ചേർന്ന് പറഞ്ഞു, രാജാവേ, രാജഭണ്ഡാരത്തിൽ നിന്നും അല്ലെങ്കിൽ താങ്കളുടെ ഖജനാവിൽ നിന്നും ഞങ്ങൾക്ക് സഹായം തന്നാലും അങ്ങനെ ചെയ്യാനുള്ള കൃപ താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായാലും അതുകൊണ്ട് ഞങ്ങൾ മറ്റുള്ള ദേശത്തിൽ നിന്നും ധാന്യങ്ങൾ വാങ്ങി ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തിക്കൊള്ളാമെന്ന് പറയുകയും ചെയ്തു. രാജാനെ കഹ आज तुम लोग अकाल से पीड़ित हो, कल पता चलेगा कहीं भूकंप आया है. രാജാവ് അതിന് ഉത്തരമായി പറഞ്ഞത് ഇതായിരുന്നു, ഇന്ന് നിങ്ങളെല്ലാവരും വരൾച്ച കൊണ്ട് ദുഃഖിക്കുന്നു, നാളെ എനിക്ക് അറിയാനായിട്ട് കഴിയും എവിടെയെങ്കിലും ഭൂകമ്പം വന്നു എന്ന്. പർസോം സുനൂങ്ക കഹീം കെ ലോഗ് ബഡേ ഗരീബ് ഹേ ദോ വക്ത് കി റോട്ടി നഹീം ജുക്തി. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത നാൾ എനിക്ക് കേൾക്കാൻ കഴിയുന്നത് ഇതായിരിക്കും, വേറൊരു സ്ഥലത്തെ ജനങ്ങൾ വളരെയധികം ദാരിദ്ര്യമാണ്, 2 നേരത്തെ ഭക്ഷണം പോലും അവർക്ക് ഇല്ല. ഇസ് തരഹ് സബി കി സഹായത കർത്തെ കർത്തെ ജബ് രാജഭണ്ഡാർ ഖതം ഹോ ജായേഗ തബ് ഖുദ് മേം ഹി ദിവാലിയ ഹോ ജാവൂങ്ക. ഇതിന് അദ്ദേഹം ഉത്തരമായിട്ട് പറഞ്ഞത് ഇതായിരുന്നു, ഇപ്രകാരം ഓരോരുത്തരെയും എല്ലാവരെയും ഞാൻ സഹായിച്ച് ഖജനാവ് കാലിയായി തീരും, സ്വയം ഞാൻ ഒന്നുമില്ലാത്തവനായി ദിവാലിയ ഹോ ജാവൂങ്ക, എനിക്ക് ഒന്നുമില്ലാത്തവനായി തീരുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. സുൻകർ സബി നിരാശ് ഹോക്കർ ലൗട്ട് ഗയെ. ഇത് കേട്ട് എല്ലാവരും വളരെയധികം ദുഃഖത്തോടുകൂടി പോവുകയും ചെയ്തു. इधर अकाल का प्रकोप फैलती जा रहा था. न जाने रोज कितने ही लोग भूख से मरने लगे. लोग फिर राजा के पास पहुंचा. उन्होंने राज्यसभा में गुहार लगाई, दुहाई, महाराज आपसे ज़्यादा कुछ नहीं चाहते, सिर्फ 10,000 रुपये हमें दे दे तो हम आधा पेट खाकर भी जिंदा रह जाएगा. വീണ്ടും അവർ തിരിച്ചു വന്നു. ഇതർ അകാൽ വളരെയധികം വരൾച്ച പടർന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസേന എത്ര ജനങ്ങളാണ് മരിക്കുന്നത്, പട്ടിണി കൊണ്ട് മരിക്കുന്നതെന്ന് അറിയാൻ തന്നെ കഴിയുന്നില്ല. വീണ്ടും രാജാവിൻ്റെ അടുത്തെത്തി അവർ രാജകൊട്ടാരത്തിൽ ഇരുന്നു. ദുഹായി, മഹാരാജ്, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്താലുമെന്ന് അപേക്ഷിച്ചു. ജ്യാദാ കുച്ചിനഹീൻ, താങ്കൾ കുറേയൊന്നും തരണ്ട, ഏകദേശം ഞങ്ങൾക്ക് ഒരു 10,000 രൂപ തരികയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പകുതി വയറ് കഴിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിക്കാമെന്ന് അവർ കരഞ്ഞ് ആവശ്യപ്പെട്ടു. രാജാനെ കഹ 10,000 रुपये भी क्या तुम्हें बहुत कम लग रहे हैं और उतने कष्ट से जीवित रहकर लाभ ही क्या है. അതിനുത്തരമായി രാജാവ് പറഞ്ഞത് ഇതായിരുന്നു, 10,000 രൂപ നിങ്ങൾക്ക് വളരെയധികം കുറവായിട്ടാണോ തോന്നുന്നത്? അത്രയും കഷ്ടത്തോടുകൂടി നിങ്ങളെല്ലാവരും എന്തിനാണ് ജീവിക്കുന്നത്? അതുകൊണ്ട് എന്താണ് ലാഭമെന്ന് രാജാവ് അവരോട് ചോദിച്ചു.
एक व्यक्ति ने कहा, भगवान की कृपा से लाखों रुपये राजकोष में मौजूद है, जैसे धन का सागर हो, उससे एक आध लोटा ले लेने से महाराज का क्या नुकसान हो जाएगा. അതിലൊരു വ്യക്തി ചോദിച്ചു, ഭഗവാന്റെ കൃപ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപകൾ ഖജനാവിൽ ഉണ്ട്, അതിൽ അത് പണത്തിൻ്റെ തന്നെ ഒരു കടലല്ലേ, അതിൽ കുറച്ച് ഞങ്ങൾക്ക് ഒരു കടലിൽ നിന്നും ഒരു പാത്രം, ചെറിയൊരു പാത്രത്തിൽ ഞങ്ങൾക്ക് തരുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുക, അതുകൊണ്ട് എന്ത് നഷ്ടപ്പെടാനാണ് എന്ന് രാജാവിനോട് ഒരു വ്യക്തി ചോദിക്കുകയും ചെയ്തു. राजा ने कहा, राजकोष में अधिक धन है तो क्या उसे दोनों हाथों से लुटा दूं. രാജാവ് അതിന് പറഞ്ഞത് പ്രകാരമായിരുന്നു, രാജഖജനാവിൽ ധാരാളം ധനമുണ്ടെങ്കിൽ അതെല്ലാം രണ്ട് കൈകൾ കൊണ്ട് ഞാനെല്ലാം തരണമോ എന്ന് ചോദിച്ചു. एक अन्य व्यक्ति ने कहा, महल में प्रतिदिन हजारों रुपये इन सुगंधित वस्त्रों, मनोरंजन और महल की सजावट में खर्च होते हैं. यदि इन रुपयों में से ही थोड़ा सा धन जरूरतमंदों को मिल जाए तो उन दुखियों की जान बच जाएगी. അതിൽ ഇനിയൊരു വ്യക്തി പറഞ്ഞത് ഇതായിരുന്നു, കൊട്ടാരത്തിൽ ദിവസം തോറും ആയിരക്കണക്കിന് രൂപയ്ക്ക് ഇവിടെ സുഗന്ധിതമായ, വളരെയധികം സുഗന്ധിതമായ വസ്ത്രങ്ങളും മനസ്സിനെ സന്തോഷപ്പെടുത്തുന്ന കാര്യങ്ങൾക്കും കൊട്ടാരത്തിലെ അലങ്കാരത്തിനും വേണ്ടി ചിലവഴിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ പൈസയിൽ നിന്നും കുറച്ച് ധനം അത്യാവശ്യക്കാർക്ക് ഞങ്ങൾക്ക് തരുകയാണ് എന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവരുടെ ജീവൻ രക്ഷിച്ചുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്തു. यह सुनकर राजा को क्रोध आ गया. ഇത് കേട്ട് രാജാവിന് ദേഷ്യം വന്നു. वह गुस्से से बोला, खुद भिखारी होकर मुझे उपदेश दे रहे हो. मेरा रुपया है, मैं चाहे उसे उबाल कर खाऊं चाहे तलकर, मेरी मर्जी. तुम अगर इसी तरह बकवास करोगे तो मुश्किल में पड़ जाओगे, इसलिए इसी वक्त तुम चुपचाप जाओ. അതിനുത്തരമായിട്ട് രാജാവ് പറഞ്ഞത് ഇതായിരുന്നു, ദേഷ്യത്തോടുകൂടി സ്വയം ഭിക്ഷക്കാരനായിട്ട് വന്നിരിക്കുന്നു, എന്നിട്ട് എന്നെ ഉപദേശിക്കുന്നു. എൻ്റെ പൈസ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും. ചില സമയത്ത് ഞാൻ അതിനെ വേവിച്ച് തിന്നുകയോ ചുട്ടു തിന്നുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും. അതെല്ലാം എൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾ ഇത് പ്രകാരം എന്തെങ്കിലും പുലമ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കഷ്ടത്തിൽ ചെന്ന് ചാടും. അതിനാൽ ഇപ്രകാരം നിങ്ങൾ ഇവിടെ നിന്നും മിണ്ടാതെ പൊക്കോളൂ എന്ന് പറയുകയും ചെയ്തു. രാജാക്ക ക്രോധ് ദേക്കർ ലോഗ് വഹാം സേ ചലേ ഗയേ. രാജാവിൻ്റെ ദേഷ്യം കണ്ട് അവിടെ നിന്ന് എല്ലാവരും പോയി. राजा हंसते हुए बोला, छोटे मुंह बड़ी बात, अगर 100 होते तो एक बार सोच भी सकता था. पहरेदारों की खुराक 2-4 दिन कम कर देता और यह रकम पूरी भी हो जाती, मगर 100-200 इन लोगों का पेट नहीं भरेगा. एकदम 10,000 मांग बैठे. छोटे लोगों के कारण नाक में दम हो गया है. രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചെറിയ വായിൽ വലിയ വാക്കുകളാണ് പറയുന്നത്. 100 രൂപയോ 200 രൂപയോ ആണെങ്കിൽ ഒരു കാര്യം ചിന്തിക്കാമായിരുന്നു. കാവൽക്കാരുടെ ആ ഭക്ഷണത്തിൽ 2-3 ദിവസം കുറയ്ക്കുകയാണെങ്കിൽ ആ പൈസ മുഴുവനാക്കാനായി കഴിയും. എന്നാൽ 100-200 അല്ല അവർക്ക് വേണ്ടത്. അവർ എടുത്ത വായിന് തന്നെ ആദ്യമേ തന്നെ ചോദിക്കുന്നത് 10,000 രൂപയാണ്. ചെറിയ ജനങ്ങൾ കാരണം വളരെയധികം ബുദ്ധിമുട്ടാണ് ഇന്ന് വലിയ ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് രാജാവ് ചിരിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. യഹ് സുൻകർ വഹാം ഉപസ്ഥിത് ലോക് ഹൂം കക്കർ രഹ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇത് കേട്ട് അതെ അതെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. മഗർ മൻ ഹി മൻ ഉനോനെ ബി സോച്ച രാജാനെ ടീക് നഹീ കിയ. എങ്കിലും എല്ലാവരുടെ മനസ്സിലും ഈ ചിന്തയുണ്ടായിരുന്നു, രാജാവ് ഇത് ചെയ്തത് ഒരിക്കലും ശരിയല്ല. ജരൂർ മന്ദും കി സഹായത കർണാത്തോ രാജാക്കാ കർത്തവ്യഹേ. അത്യാവശ്യമുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ഒരു രാജാവിൻ്റെ കടമയാണ് എന്ന് ചിന്തിച്ചിരുന്നു. 2 दिन बाद जाने कहाँ से एक बूढ़ा सन्यासी राजसभा में आया. उसने राजा को आशीर्वाद देते हुए कहा, दादा कर्ण महाराज, बड़ी दूर से आपकी प्रसिद्धि सुनकर आया हूँ. സന്യാസി की इच्छा भी पूरी कर दे. 2-3 ദിവസങ്ങൾക്ക് ശേഷം അവിടെ ഒരു വയസ്സനായ സന്യാസി രാജകൊട്ടാരത്തിലേക്ക് വന്നു. അദ്ദേഹം രാജാവിന് ആശീർവാദങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് പറഞ്ഞു, അന്നദാതാവായ കർണ മഹാരാജാവെ, വളരെ ദൂരെ നിന്നും താങ്കളുടെ പ്രസിദ്ധി കേട്ട് ഞാൻ വന്നതാണ്. സന്യാസിയുടെ ആഗ്രഹം പൂർത്തീകരിച്ചാലുമെന്ന് ആവശ്യപ്പെട്ടു. अपनी प्रशंसा सुनकर राजा बोला, ज़रा पता तो चले तुम्हें क्या चाहिए, यदि थोड़ा कम मांगो तो शायद मिल भी जाए. താങ്കളുടെ പ്രശംസ, അദ്ദേഹത്തിൻ്റെ ആ പ്രശംസ കേട്ട് രാജാവ് പറഞ്ഞു, താങ്കൾ പറയൂ, എന്താണ് താങ്കൾക്ക് വേണ്ടത്? കുറച്ചെന്തെങ്കിലുമാണ് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് ലഭിക്കുക തന്നെ ചെയ്യും. സന്യാസിനെ കഹ, മേം തോ സന്യാസി ഹും,
मैं अधिक धन का क्या करूँगा। मैं राजकोट से 20 दिन तक बहुत मामूली भिक्षा प्रतिदिन लेना चाहता हूँ। मेरा भिक्षा लेने का नियम इस प्रकार है। मैं पहले दिन जो लेता हूँ दूसरे दिन उसका दुगुना, फिर तीसरे दिन उसका दुगुना, फिर चौथे दिन तीसरे दिन का दुगुना, इसी तरह से प्रतिदिन दुगुना लेता जाता हूँ। ഭിക്ഷ लेने का मेरी यही तरीका है. സന്യാസി പറഞ്ഞു, ഞാൻ സന്യാസിയാണ്, എനിക്ക് അധികം പണമൊന്നും ആവശ്യമില്ല. ഞാൻ ഭണ്ഡാരത്തിൽ നിന്നും 20 ദിവസം ഒരു സാധാരണ രീതിയിലുള്ള ഭിക്ഷ, അത് ദിവസം തോറും വാങ്ങിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മേരാ ഭിക്ഷാലേന, ഞാൻ ഭിക്ഷ വാങ്ങിക്കുന്ന നിയമം ഇപ്രകാരമാണ്. ഞാൻ ആദ്യത്തെ ദിവസം എത്ര രൂപ വാങ്ങിക്കുന്നുവോ അടുത്ത ദിവസം അതിൻ്റെ ഇരട്ടി, അതിൻ്റെ മൂന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം തന്നതിൻ്റെയും ഇരട്ടി, നാലാമത്തെ ദിവസമാകുമ്പോൾ മൂന്നാമത്തെ ദിവസം തന്നതിൻ്റെ ഇരട്ടി, ഇപ്രകാരം ദിവസം തോറും ദുഗുന, ഇരട്ടി ഇരട്ടിയായി വന്നുകൊണ്ടിരിക്കും. ഭിക്ഷാലേന, ഭിക്ഷ വാങ്ങിക്കുന്ന രീതി എൻ്റെ ഇപ്രകാരമാണ് എന്ന് പറഞ്ഞു. രാജാ ബോല, തരീക്ക തോ സമജ് ഗയ, മഗർ പഹലെ ദിൻ കിത്തന ലേംഗെ യഹി അസലി ബാത് ഹെ. 2-4 रुपयों से पेट भर जाए तो अच्छी बात है, मगर एकदम से 20-50 मांगने लगे तब तो 20 दिन में काफ़ी बड़ी रकम हो जाएगी. അത് കേട്ട രാജാവ് പറഞ്ഞു, താങ്കളുടെ ആ ഐഡിയ എല്ലാം വളരെയധികം നല്ലതാണ്, അത് മനസ്സിലാവുകയും ചെയ്തു. എന്നാൽ ആദ്യത്തെ ദിവസം താങ്കൾ എത്ര വാങ്ങിക്കും, അതാണ് അവിടെയുള്ള കാര്യം. 2-4 രൂപയാണെങ്കിൽ ഒരു നേരത്തെ വയറ് നിറയ്ക്കുവാൻ അത് നല്ല കാര്യം. എന്നാൽ ആദ്യമേ തന്നെ 20-25 രൂപ ചോദിക്കുകയാണെങ്കിൽ 20 ദിവസം കൊണ്ട് വളരെ വലിയൊരു തുകയായി തീരില്ലേ എന്ന് രാജാവ് സന്യാസിയോട് സംശയം ചോദിച്ചു. സന്യാസി ने हंसते हुए कहा, महाराज मैं लोभी नहीं हूँ, आज मुझे 1 रुपया दीजिए, फिर 20 दिन दुगने करने देते रहने के हुक्म दे दीजिए. സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, ഞാൻ അത്യാഗ്രഹിയൊന്നുമല്ല, ഇന്ന് എനിക്ക് താങ്കൾ 1 രൂപ തരൂ, പിന്നീട് 20 ദിവസമാകുമ്പോഴേക്കും അതിൻ്റെ ഇരട്ടി ആയി അതിനുള്ള ആജ്ഞ തന്നാലും എന്ന് പറഞ്ഞു. സുൻകർ രാജ मंत्री और दरबारी सभी की जान में जान आई. राजा ने हुक्म दे दिया कि सन्यासी के कहे अनुसार 20 दिन तक राजकोट से उन्हें भिक्षा दी जाती रहे. അത് കേട്ട രാജാവ് മന്ത്രിയെയും കൊട്ടാരത്തിലുള്ള എല്ലാവരെയും ഈ വിവരം അറിയിച്ചു. രാജാവ് ആജ്ഞാപിക്കുകയും ചെയ്തു. സന്യാസി പറഞ്ഞതനുസരിച്ച് 20 ദിവസം വരേക്കും ഭണ്ഡാരത്തിൽ നിന്നും ഭിക്ഷ കൊടുക്കാനായിട്ട് പറയുകയും ചെയ്തു. सन्यासी राजा की जय जयकार करते हुए घर लौट गए. राजा के आदेश के अनुसार राजभंडारी प्रतिदिन हिसाब करके सन्यासी को भिक्षा देने लगा. इस तरह 2 दिन बीत गए, 10 दिन बीत गए. 2 सप्ताह का भिक्षा देने का बाद भंडारी ने हिसाब करके देखा, दान में काफ़ी धन निकल जा रहा है. यह देखकर उन्हें उलझन महसूस होने लगी. महाराज तो कभी किसी को इतना दान नहीं देते थे. उसने यह बात मंत्री को बताई. രാജാവിൻ്റെ നിബന്ധന അനുസരിച്ച് രാജഭണ്ഡാരി ആ കണക്ക് നോക്കുന്ന ആൾ ദിവസം തോറും കണക്ക് വെച്ചുകൊണ്ട് സന്യാസിക്ക് ഭിക്ഷ കൊടുക്കാനായി തുടങ്ങി. ഇപ്രകാരം 2 ദിവസം കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. അതുവരേക്കും ഭിക്ഷ കൊടുത്തുകൊണ്ടിരുന്നു. ആ ഖജനാവിലുള്ള കണക്ക് നോക്കിയ സമയത്ത് അതിൽ നിന്നും ധാരാളം പണം പുറത്തു പോയിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് അദ്ദേഹം വളരെയധികം വിഷമം അനുഭവിക്കാനായി തുടങ്ങി. രാജാവ് ഒരിക്കലും ഇത്രയധികം പണം ദാനമായി കൊടുത്തിട്ടില്ല. ഈ കാര്യം മന്ത്രിയോട് പറയുകയും ചെയ്തു. മന്ത്രിനെ കുച്ച് सोचते हुए कहा, वाकई यह बात तो पहले ध्यान में नहीं आई थी, मगर अब कोई उपाय भी नहीं है. മഹാരാജ് കോ ഹുക്കും ബദലാ നഹീ ജാ സക്ത. മന്ത്രി ചിന്തിച്ചതിന് ശേഷം പറഞ്ഞു, ഇത് ആദ്യമേ തന്നെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലല്ലോ, ഇതിനൊരു വഴിയുമില്ല, മഹാരാജാവിൻ്റെ ആജ്ഞ മാറ്റാനായി കഴിയുകയുമില്ല എന്ന് പറയുകയും ചെയ്തു. इसके बाद फिर कुछ दिन बीते. भंडारी फिर हड़बड़ाते हुए मंत्री के पास पूरा हिसाब देकर आया गया. हिसाब देकर मंत्री का चेहरा फीका पट गया. ഇതിനുശേഷം വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു. ആ കണക്ക് നോക്കുന്ന ആൾ വളരെയധികം വിഷമത്തോടു കൂടി മന്ത്രിയുടെ അടുത്ത് പോയി കണക്ക് കൊടുത്തു. കണക്ക് കണ്ട് മന്ത്രിയുടെ മുഖം വളരെയധികം മഞ്ഞളിച്ചു പോവുകയും വിളറി വെളുത്തു പോവുകയും ചെയ്തു. വഹ് അപ്ന പസീന പോച്ച് കർ സിർ ഖുജലാക്കർ ദാढ़ी में हाथ फेरते हुए बोला, यह क्या कह रहे हो, अभी से इतना धन चल गया है, फिर 20 दिनों के अंत में कितने रुपये होंगे. അതിന്
ഉത്തരമായി വളരെയധികം വിഷമത്തോടുകൂടി മന്ത്രി തൻ്റെ വിയർപ്പെല്ലാം തുടച്ചുകൊണ്ട് തല ചൊറിഞ്ഞുകൊണ്ട് താടിയിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് പറയുന്നത്? ഇത്രയും പണം പോയി കഴിഞ്ഞു. ഇനി 20 ദിവസം അവസാനമാകുമ്പോഴേക്കും എത്ര രൂപ പോയിരിക്കുമെന്ന് ചിന്തിച്ചു. ഭണ്ഡാരി ബോല, ജി പൂരാ ഹിസാബ് തോ നഹീ കിയ, കണക്ക് മുഴുവനായിട്ടില്ല. മന്ത്രിനെ കഹ തോ തുരന്ത് ബൈഠ് കർ അഭി പൂരാ ഹിസാബ് കരോ, പെട്ടെന്ന് തന്നെ പോയിരുന്ന എല്ലാ കണക്കും മുഴുവനാക്കൂ എന്ന് മന്ത്രി ആ കണക്കെഴുതുന്ന ആളോട് ആവശ്യപ്പെടുകയും ചെയ്തു. भंडारी हिसाब करने बैठ गया। मंत्री महाशय अपने माथे पर बर्फ की पट्टी लगाकर तेज से भंगा जलवा लगी। ഭണ്ഡാരി കണക്കെഴുതാനായി പോയി. മന്ത്രി മഹാശയൻ തൻ്റെ നെറ്റിയിൽ ഈ ഒരു ഐസിൻ്റെ കട്ടയെല്ലാം എടുത്ത് വെച്ചുകൊണ്ട് വളരെയധികം വിശറിയെടുത്ത് വീശിക്കൊണ്ടിരിക്കാനും തുടങ്ങി. കുച്ച് ഹി ദേർ മേ ഭണ്ഡാരിനെ പൂരാ ഹിസാബ് കർ ലിയ, കുറച്ച് നിമിഷത്തിനുള്ളിൽ മുഴുവൻ കണക്കും എഴുതി. മന്ത്രിനെ പൂച്ച കുൽ മിൽക്കർ കിത്തനെ ഹുവ, മൊത്തം എത്ര രൂപയായി? ഭണ്ഡാരി ഹാത്ത് ജോഡ്കർ കഹ, കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, 10,48,575 രൂപയെ, 10,48,575 രൂപ എന്നുള്ള കണക്ക് കൊടുക്കുകയും ചെയ്തു. മന്ത്രി ഗുസ്സേസെ ബോല, മജാക് കർ രഹേ ഹോ, മന്ത്രി ദേഷ്യത്തോടു കൂടി പറഞ്ഞു, തമാശ പറയുകയാണോ? യദി സന്യാസിക്കോ ഇത്തന രൂപയെ ദേ ദിയെ തബ്സെ രാജഘോഷ് കാലി ഹോ ജായേഗ, ഇത്രയും രൂപ സന്യാസിക്ക് കൊടുത്താൽ ഭണ്ഡാരം തന്നെ കാലിയാവില്ലേ എന്ന് ചോദിച്ചു. ഭണ്ഡാരിനെ കഹ മജാക് ക്യോം കരൂങ്ക, ആപ് ഹി ഹിസാബ് ദേഖ് ലീജിയെ, ഞാനെന്തിനാ വെറുതെ പറയുന്നത്, താങ്കൾ ഈ കണക്ക് നോക്കിയാലുമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഏകർ ഉസ്നെ ഹിസാബ് കാ കാഗസ് മന്ത്രി ജി കോ ദേ ദിയ, ഇത് പറഞ്ഞുകൊണ്ട് ആ കണക്കെഴുതിയത് മന്ത്രിയുടെ കയ്യിൽ കൊടുത്തു. ഹിസാബ് ദേക്കർ മന്ത്രി ജി കോ ചക്കർ ആകയ, ആ കണക്ക് കണ്ട മന്ത്രിക്ക് തല ചുറ്റാൻ തുടങ്ങി. സബി ഉനെ സമ്പാൽക്കർ ബഡി മുഷ്കിലോം സെ രാജാ കെ പാസ് ലേ ഗയി, എല്ലാവരും കൂടെ ചേർന്ന് വളരെയധികം കഷ്ടപ്പാടോടുകൂടി രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. രാജാനെ പൂച്ച ക്യാ ബാത്ത് ഹേ, രാജാവ് ചോദിച്ചു, എന്താണ് കാര്യം? മന്ത്രി പോലെ മഹാരാജ് രാജകോഷ് കാലി ഹോ ജാനെ രഹാ ഹേ, രാജഭണ്ഡാരം കാലിയാകാൻ പോകുന്നു എന്ന് മന്ത്രി ഉത്തരം പറഞ്ഞു. രാജാനെ പൂച്ച വ കൈസെ, അതെങ്ങനെയാണ് സംഭവിച്ചത്? മന്ത്രിനെ പോലെ മഹാരാജ് സന്യാസി കോ അപ്നെ ഭിക്ഷ ദേനെ കാ ഹുക്കും ദിയാ ഹേ, മന്ത്രി അതിന് ഉത്തരമായി പറഞ്ഞത് ഇതായിരുന്നു, താങ്കൾ സന്യാസിക്ക് ഭിക്ഷ കൊടുക്കാൻ ആജ്ഞാപിച്ചില്ലേ എന്ന് ചോദിച്ചു. मगर अब पता चला है कि उन्होंने इस तरह राजकोट से करीब 10 लाख रुपये जकटने का उपाय कर लिया है, എന്നാൽ ഇപ്പോഴാണ് മനസ്സിലായത്, ഇപ്രകാരം രാജഭണ്ഡാരത്തിൽ നിന്നും ഏകദേശം 10 ലക്ഷം രൂപ കൂട്ടിച്ചേർക്കുന്നുള്ള ഒരു ഉപായമാണ് കണ്ടുപിടിച്ചത്. രാജാനെ ഗുസ്സെ സെ കഹാ മേനെ ഇത്തനെ രൂപയെ ദേനെ കാ ആദേശ് തോ നഹീ ദിയാ താ, ഫിർ ഇത്തനെ രൂപയെ ക്യോം ദിയേ ജാ രഹേ ഹോ, ഭണ്ഡാരി കോ ബുലാവോ, രാജാവ് ദേഷ്യത്തോടു കൂടി പറഞ്ഞു, ഞാൻ ഇത്രയും രൂപ ദാനം കൊടുക്കാനൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, ഇത്രയും രൂപ പിന്നെ എന്തിനാണ് കൊടുത്തത്? അയാളെ വിളിക്കൂ, കാവൽക്കാരൻ കണക്കെഴുതുന്ന ആളെ വിളിക്കൂ എന്ന് രാജാവ് ആവശ്യപ്പെട്ടു. മന്ത്രിനെ കഹാ ജി സബ് കുച്ച് ആപ്കോ ഹുക്കും കെ അനുസാർ ഹി ഹുവാ ഹെ, മന്ത്രി പറഞ്ഞതായിരുന്നു, താങ്കളുടെ ആജ്ഞ അനുസരിച്ചാണ് ഇത് മുഴുവൻ ചെയ്തത്. ആപ് ഖുദ് ഹി ദാൻ കാ ഹിസാബ് ദേഖ് ലീജിയെ, താങ്കൾ തന്നെ ഈ കൊടുത്ത കണക്ക് നോക്കിയാലും എന്ന് പറഞ്ഞു. രാജാനെ ഉസെ ഏക് ബാർ ദേക്ക ദോ ബാർ ദേക്ക ഇസ്കെ ബാദ് ഉനെ ബേഹോഷ് ഹോ ഗയ, രാജാവ് ഒരിക്കൽ നോക്കി, 2 പ്രാവശ്യം നോക്കി, അതിനുശേഷം അദ്ദേഹം അബോധാവസ്ഥയിലാവുകയും ചെയ്തു. കാഫി കോശിഷ് കെ ബാദ് ഉൻകെ ഹോഷ് മേ ആ ജാനെ പർ ലോക് സന്യാസി കോ ബുലാനെ ദൗഡെ, അദ്ദേഹത്തിൻ്റെ ഏകദേശം വളരെയധികം പരിശ്രമത്തിന് ശേഷം അദ്ദേഹം ബോധത്തിൽ വന്ന ഉടനെ തന്നെ എല്ലാവരും സന്യാസിയെ വിളിക്കാനായി പോയി. സന്യാസിക്ക് ആത്തേ ഹി രാജാ രോത്തെ ഹുയെ ഉൻകെ പൈരോ മേ ഗിർപട, സന്യാസി തിരിച്ചു വന്ന സമയത്ത് രാജാവ് കരഞ്ഞുകൊണ്ട് കാൽക്കൽ വീണു. ബോല ദുഹായി സെ സന്യാസി മഹാരാജ് മുജെ ഇസ് തര ജാൻ മാൽ സെ മത് മാരിയെ, അദ്ദേഹം സന്യാസിയോട് പറഞ്ഞത് ഇതായിരുന്നു, താങ്കൾ ഇപ്രകാരം എന്നെ ജീവൻ വെച്ച് ഒരിക്കലും കളിക്കരുത്. ജയ്സെ ബി ഹു ഏക് സംജോത്ത കർക്കെ മുജെ വജൻ സെ മുക്ത് കർ ദീജിയെ, ഏതെങ്കിലും എനിക്ക് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് എന്നെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്തിയാലും എന്ന് ആവശ്യപ്പെടുകയും രാജാവ് ചെയ്തു. अगर आपको 20 दिन तक भिक्षा दे गई तो राजकोष खाली हो जाएगा, फिर राजकाज कैसे चलेगा, താങ്കൾക്ക് 20 ദിവസത്തോളം ഭിക്ഷ തന്നുകൊണ്ടിരുന്നാൽ രാജഭണ്ഡാരം മുഴുവൻ കാലിയായി തീരും, പിന്നെ എങ്ങനെയാണ് രാജ്യഭരണങ്ങൾ കൊണ്ട് നടത്തുക എന്ന് ചോദിച്ചു. സന്യാസി ने गंभीर होकर कहा, इस राज्य में लोग अकाल से मर रहे हैं, मुझे उनके लिए केवल 50,000 रुपये चाहिए,
रुपये मिलते ही मैं समझूंगा मुझे मेरी पूरी ഭിക്ഷ मिल गई है. സന്യാസി വളരെയധികം ഗാംഭീര്യത്തോടുകൂടി തന്നെ ഉത്തരമായി പറഞ്ഞു, ഈ രാജ്യത്തിലെ ജനങ്ങൾ വളരെയധികം വരൾച്ചയിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കേവലം ഒരു 50,000 രൂപയെ ആവശ്യമുള്ളൂ. ഈ പൈസ കിട്ടി. ഞാൻ മനസ്സിലാക്കി എൻ്റെ മുഴുവൻ ഭിക്ഷയും ഇതിൽ ചേർന്നു. राजा ने कहा, परंतु उस दिन एक आदमी ने मुझसे कहा था, लोगों के लिए 10,000 रुपये ही बहुत होंगे. രാജാവ് പറഞ്ഞത് ഇതായിരുന്നു. എന്നാൽ അന്നൊരു ദിവസം വന്നൊരു വ്യക്തി എന്നോട് പറഞ്ഞത് ഇതായിരുന്നു, ഞങ്ങൾക്ക് 10,000 രൂപ മതിയാവും എന്നാണ്. സന്യാസിനെ കഹാ, മഗർ ആജ് മേ കഹ്താ ഹൂം 50,000 സെ 1 പൈസ കം നഹീ ലൂങ്ക. സന്യാസി പറഞ്ഞത് ഇതായിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ പറയുന്നു 50,000-ൽ കുറവ് ഒരു പൈസ പോലും ഞാൻ വാങ്ങിക്കുകയില്ല. രാജ ഗിഡ്ഗിഡായ, മന്ത്രി ഗിഡ്ഗിഡായി, സബി ഗിഡ്ഗിഡായി, മഗർ സന്യാസി അപ്നെ വചൻ പർ ഠടാ രഹ. എല്ലാവരും വളരെയധികം വിഷമിച്ചു പോയി. എല്ലാവരും തന്നെ പറഞ്ഞു നോക്കി. പക്ഷേ ആ സന്യാസി തൻ്റെ വാക്കിൽ തന്നെ ഉറച്ചു നിന്നു. ആഖിർക്കാർ ലാച്ചാർ ഹോക്കർ രാജകോട്ട് സെ 50,000 रुपये സന്യാസി കോ ദേനെ കെ ബാദ് ഹി രാജാ കി ജാൻ ബച്ചി. അവസാനം വളരെയധികം വിഷമത്തോടുകൂടി രാജഭണ്ഡാരത്തിൽ നിന്നും 50,000 രൂപ സന്യാസി വാങ്ങിയതിന് ശേഷം മാത്രമാണ് രാജാവിൻ്റെ ജീവൻ തന്നെ രക്ഷപ്പെട്ടത്. പൂരെ ദേശ് മേ ഖബർ ഫൈൽ ഗയി, അകാൽ കെ കാരൻ രാജകോട്ട് സെ 50,000 रुपये രാഹത്ത് മേ ദിയേ ഗയേ. സബി നെ കഹാ, ഹമാരെ മഹാരാജ് കർണ ജയ്സെ ഹി ദാനി ഹി. മുഴുവൻ ദേശത്തിലും ഈ വാർത്ത പരന്നു. വളരെയധികം വരൾച്ച കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് രാജഭണ്ഡാരത്തിൽ നിന്നും 50,000 രൂപ അവർക്ക് കൊടുത്തു. എല്ലാവരും പറഞ്ഞു, ഞങ്ങളുടെ മഹാരാജാവ് ശരിയായ കർണനെ പോലെ തന്നെ ധാനിയാണ് എന്ന് പറയുകയും ചെയ്തു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ അമർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.